ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 9 യൂണിറ്റ് 9 കലണ്ടർ ഗെയിംസ്. എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ് ഈ കലണ്ടർ അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഗെയിംസ്, എന്തൊക്കെയാണ് കളികൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ട്രെയിൻ ജേണി, ഫസ്റ്റ് ആക്ടിവിറ്റി ഇതിൽ ട്രെയിൻ ജേണിയാണ്. Hira and family are traveling on the Vande Bharat train from Kasaragod to Shornur. കാസർഗോഡ് നിന്ന് ഷൊർണൂർക്കാണ് ഹീരയും ഫാമിലിയും ട്രാവൽ ചെയ്യുന്നത്. ഏതിലാണ്? വന്ദേ ഭാരത് ട്രെയിനിലാണ്. ദ ട്രെയിൻ ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ സൗത്ത്. ട്രെയിന് സൗത്തിലേക്കാണ് പോകുന്നത്, തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. This train started at 7 in the morning. ട്രെയിന് രാവിലെ 7 മണിക്കാണ് പുറപ്പെട്ടത്. 7 മണിന്ന് ക്ലോക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഹൗ ദ ടൈം ഈസ് ഷോൺ ഇൻ ദ ക്ലോക്ക്? 7 o'clock. ട്രെയിൻ റീച്ച്ഡ് കണ്ണൂർ. ടീ ആൻഡ് സ്നാക്സ് വെർ ബ്രോട്ട്. സീ ദ ടൈം ദ ട്രെയിൻ റീച്ച്ഡ് കണ്ണൂർ. ട്രെയിൻ കണ്ണൂരിലെത്തിയപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു, ചായയും സ്നാക്സൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ സമയം നോക്കൂ, 8 o'clock. 7 o'clock, 8 o'clock. 2 ക്ലോക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ട്രെയിൻ ടുക്ക് 1 hour ടു റീച്ച് കണ്ണൂർ ഫ്രം കാസർഗോഡ്. കാസർഗോഡ് നിന്ന് കണ്ണൂരിലെത്താൻ ട്രെയിൻ എത്ര സമയമെടുത്തു? 1 hour, 1 മണിക്കൂർ. 7 o'clockന് സ്റ്റാർട്ട് ചെയ്തു, കണ്ണൂർ എത്തിയപ്പോൾ 8 o'clock. അപ്പോൾ 1 hour ആണ് എടുത്തത് അല്ലേ. 7 to 8. ഹീര, അറേബ്യൻ സീ ഈസ് ടു ദ വെസ്റ്റ്. അറബിക്കടൽ പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് വിൻഡോയിൽ കൂടെ. വാച്ചിങ് റിവേഴ്സ്, ലേക്സ് ആൻഡ് സീ. റിവേഴ്സും ലേക്സും സീയൊക്കെ കണ്ടു. അങ്ങനെ ടൈം വെൻറ്റ് ബൈ, ടൈം പോയിക്കൊണ്ടിരുന്നു. ദ ട്രെയിൻ സ്റ്റോപ്ഡ്. ട്രെയിൻ നിന്നു. ഫാദർ സെഡ് റീച്ച്ഡ് കോഴിക്കോട്. കോഴിക്കോടെത്തി. വാട്ട്സ് ദ ടൈം ഡാഡ്? ഹീര ആസ്ക്ഡ്. ഇറ്റ്സ് 9. ഫാദർ സെഡ്. 9 ആയി. ദ ട്രെയിൻ ടുക്ക് 1 hour ടു റീച്ച് കോഴിക്കോട് ഫ്രം കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്താനും ട്രെയിൻ 1 hour ആണ് എടുത്തത്. So, how much time did the train take to travel from കാസർഗോഡ് to കോഴിക്കോട്? അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് നിന്ന് കോഴിക്കോട് എത്താൻ എത്ര സമയമെടുത്തു? സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴാണ്? ദ ട്രെയിൻ സ്റ്റാർട്ടഡ് 7 o'clock. Now 9 o'clock അല്ലേ. Now they are at കോഴിക്കോട്. അപ്പോൾ എത്ര സമയമെടുത്തു? 7 to 9 അല്ലേ. 7, 8, 9. അപ്പോൾ 2 hours. എത്രയാണ്? 2 hours. നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് തിരൂർ. നെക്സ്റ്റ് സ്റ്റേഷൻ തിരൂരാണ്. ദെൻ കംസ് ഷൊർണൂർ. അതിനുശേഷം വരുന്നത് ഷൊർണൂർ. ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. അവരുടെ ട്രെയിൻ പുറപ്പെട്ടു. ദെൻ എ ട്രെയിൻ ടു ദ നോർത്ത് വെൻറ്റ് ബൈ. അവരുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടക്ക് ഭാഗത്തേക്ക് ഒരു തീവണ്ടി കടന്നുപോയി, നോർത്തിലേക്ക് തീവണ്ടി കടന്നുപോയി. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? സൗത്തിലേക്കാണ് അല്ലേ. വെൻ വിൽ വി റീച്ച് ഷൊർണൂർ? ഹീര ആസ്ക്ഡ്. നമ്മൾ എപ്പോഴാണ് ഷൊർണൂർ എത്തുക? ബൈ 10, സെഡ് ഫാദർ. 10 മണി. ദേ ഗോട്ട് ഔട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് 10 o'clock അറ്റ് ഷൊർണൂർ. 10 മണിക്ക് അവർ ഷൊർണൂർ എത്തി. അവർ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ആ 10 മണി സമയം ഈ ക്ലോക്കിൽ അടയാളപ്പെടുത്തുക. ഓക്കെ. ദേ വെൻറ്റ് ടു മലമ്പുഴ. അവരെങ്ങോട്ടാണ് പോയത്? മലമ്പുഴയ്ക്കാണ് അവർ പോയത്. ദേ വെൻറ്റ് ഇൻ എ കാർ ടുവേർഡ്സ് ദ ഈസ്റ്റ്. സീ ദ ട്രാക്ക് ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്കുള്ള ആ ട്രാക്ക് നോക്കൂ. ഇറ്റ് ഈസ് ടു പാലക്കാട്. അത് പാലക്കാട്ടേക്കാണ് പോകുന്നത്. ദേ റീച്ച്ഡ് മലമ്പുഴ ഡാം
അറ്റ് 1. അവർ കാറിലാണ് മലമ്പുഴയിലേക്ക് പോയത്. അത് 1 മണിക്ക് അവരവിടെ എത്തി. ലെറ്റ് us റൈറ്റ് ദ ടൈം. ഇതിലൊക്കെ നമ്മൾ ടൈം എഴുതണം. നമ്മളിവിടെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സമയം എഴുതി കൊടുക്കണം. ഓക്കെ, ലുക്ക് അറ്റ് ദ ക്ലോക്ക്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ടൈം. 2 o'clock ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 5 o'clock, 6 o'clock, 8 o'clock. ഓക്കെ, മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ഈ ക്ലോക്കിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ ക്ലോക്കിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ആണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 8 o'clock ആണ്. 8 o'clock ഇതുപോലെ വരയ്ക്കുക. 5 o'clock, 3 o'clock അത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസങ്ങൾ. ഹീര ആൻഡ് ഫാമിലി കെയിം ടു പാലക്കാട് ടു അറ്റൻഡ് അങ്കിൾസ് മാരേജ്. അവരെന്തിനാണ് പാലക്കാട് വന്നിരിക്കുന്നത്? അങ്കിളിൻ്റെ മാരേജിൽ പങ്കെടുക്കാനാണ് അവർ വന്നിട്ടുള്ളത്. ദേ സ്റ്റാർട്ടഡ് ഫ്രം കാസർഗോഡ് ഓൺ ദ 9th. അവർ കാസർഗോഡ് നിന്ന് 9-ാം തീയതിയാണ് പുറപ്പെട്ടത്. ആൻഡ് റിട്ടേൺഡ് ഹോം ഓൺ 30th നൈറ്റ്. 13-ന് രാത്രിയാണ് അവർ തിരിച്ച് പോയത്. ഫോർ ഹൗ മെനി ഡേയ്സ് ദേ വേർ നോട്ട് അറ്റ് ഹോം. അപ്പോൾ അവർ എത്ര ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല? കളർ ദോസ് ഡേറ്റ്സ് ഓൺ ദ കലണ്ടർ. ആ കലണ്ടറിലുള്ള ദിവസങ്ങൾ, അവരില്ലാത്ത ദിവസങ്ങൾ കളർ ചെയ്യണം. കൗണ്ട് ദ ഡേയ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. എന്നിട്ടത് കൗണ്ട് ചെയ്ത് നമ്പർ എഴുതാൻ വേണം. അപ്പം നമുക്കിവിടെ 9, 10, 11, 12, 13 ഇത്രയും ദിവസങ്ങൾ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. അതിന് നമുക്കിവിടെ യെല്ലോ കളർ കൊടുക്കാം. ഇനി നമുക്കിവിടെ എണ്ണി എഴുതാൻ വേണം അല്ലേ. അപ്പോൾ ഒരു ദിവസം 9-ാം തീയതിയാണ് ഒന്നാമത്തെ ദിവസം. 10-ാം തീയതി 2, 11-ാം തീയതി 3, 12-ാം തീയതി 4, 13-ാം തീയതി 5. അപ്പോൾ അവർ 5 ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡിഡ് ഹീര ആൻഡ് ഫാമിലി സ്റ്റാർട്ട് ദ ജേർണി. ഏത് ദിവസമാണ് അവർ യാത്ര പുറപ്പെട്ടത്? അതായത് 9th സ്റ്റാർട്ട് ചെയ്തത് ജേർണി. ഇപ്പോൾ 9th ട്യൂസ്ഡേ ആണ്. അപ്പോൾ നമ്മളിവിടെ ട്യൂസ്ഡേ എന്ന് കൊടുക്കണം. ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഡിഡ് ദേ കം ബാക്ക്. അവർ ഏത് ദിവസമാണ് തിരിച്ചെത്തിയത്? 30th 30th സാറ്റർഡേ ആണ്. അപ്പോൾ ഇവിടെ സാറ്റർഡേ എന്ന് എഴുതാം. ദ മാരേജ് വാസ് ഓൺ എ വെനസ്ഡേ. മാരേജ് വെനസ്ഡേ ആയിരുന്നു. വാട്ട് വാസ് ദ ഡേറ്റ്? അപ്പോൾ അന്നത്തെ ഡേറ്റ് എന്താണ്? വെനസ്ഡേ 10th ആണ് അല്ലേ. എന്നായിരുന്നു കല്യാണം? അപ്പോൾ 9th-നും 30th-നും ഇടയിലുള്ള വെനസ്ഡേ ആണ്, അതായത് 10th. ഓക്കെ, ഇനിയോ വിച്ച് ആർ ദ ഡേറ്റ്സ് ദേ വേർ നോട്ട് അറ്റ് ഹോം. അവർ 5 ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഡേറ്റ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. 9, 10, 11, 12, 13. നെക്സ്റ്റ്, ഊട്ടി ട്രിപ്പ്. ഇനി ഊട്ടി യാത്രയാണ്. ആഫ്റ്റർ മാരേജ്, ഇവിടെ ഊട്ടിയിലേക്ക് പോകുന്നത് കല്യാണം കഴിഞ്ഞ അങ്കിളും വൈഫും ആണ് കേട്ടോ. ആഫ്റ്റർ മാരേജ് അങ്കിൾ ആൻഡ് ആണ്ട് വെൻറ്റ് ടു ഊട്ടി. ദേ സ്റ്റാർട്ടഡ് ഓൺ 14th സൺഡേ അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അവർ എന്നാണ് പുറപ്പെട്ടത്? 14-ാം തീയതി ഞായറാഴ്ച അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. രാവിലെ 6 മണിക്കാണ് പുറപ്പെട്ടത്. ദേ റിട്ടേൺഡ് ഓൺ 20th. അവർ 20-ാം തീയതി തിരിച്ചെത്തി. ഇറ്റ് വാസ് സാറ്റർഡേ നൈറ്റ്. ശനിയാഴ്ച രാത്രിയാണ് അവർ വന്നത്. 20-ാം തീയതി ശനിയാഴ്ച രാത്രി. ഹൗ മെനി ഡേയ്സ് ഡിഡ് ദേ സ്പെൻഡ് ഇൻ ഊട്ടി. അപ്പോൾ അവർ എത്ര ദിവസം ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തു? കളർ ദീസ് ഡേയ്സ് ഇൻ ദ കലണ്ടർ. അപ്പോൾ കലണ്ടറിൽ ആ ദിവസങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ അങ്കിളും ആൻറ്റിയും എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ജേണി സ്റ്റാർട്ട് ചെയ്തത് 14th 14-ന്. അപ്പോൾ 14-ാം തീയതി മുതൽക്ക് 20th വരെ അവർ ടൂർ പോയി അല്ലേ. അവർ ഊട്ടിയിൽ ചിലവാക്കിയിരിക്കുന്നു. രാത്രിയാണ് വന്നത്. അപ്പോൾ
14th, 15th, 16th, 17th, 18th, 19th, 20th. ഇത്രയും ദിവസം. കളർ ദീസ് ഡേയ്സ് ഇൻ ദ കലണ്ടർ. അതിന് നമുക്കൊരു യെല്ലോ ഗ്രീൻ കളർ കൊടുക്കാം. കൗണ്ട് ദ ഡേയ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നമ്പർ. എത്ര ദിവസമാണ്? ഒരു 7 days ആണ് അല്ലേ? 1 week അവിടെയാണ്. അപ്പോൾ 14th മുതൽ 20th വരെ, സൺഡേ ടു സാറ്റർഡേ, 7 days. 7 days എന്നിവിടെ നമുക്ക് എഴുതാം. വിച്ച് ആൾ ദ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്, റൈറ്റ് ദം. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ എഴുതണം? സൺഡേ 14th, മൺഡേ 15th അല്ലെങ്കിൽ 16th, ട്യൂസ്ഡേ 17th, വെനസ്ഡേ 18th, തേഴ്സ്ഡേ 19th, ഫ്രൈഡേ 28th, സാറ്റർഡേ. ഇതുപോലെ ഇവിടെ എഴുതി വയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഹീരാസ് ഡയറി. See what Hira wrote in her diary on 9th night. 9ാം തീയതി രാത്രി അവൾ എന്താണ് ഡയറിയിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. പാലക്കാട് 9/12/2025 അല്ലേ? ഡിസംബറിലാണ് 12. ഫാദർ, മദർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് അവർ ട്രിപ്പ് ടു അങ്കിൾസ് ഹൗസ്. ഞാനും അച്ഛനും അമ്മയും ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു. അങ്കിളുടെ വീട്ടിലേക്കുള്ള യാത്ര അല്ലേ? വി ട്രാവൽഡ് ഓൺ ദ വന്ദേ ഭാരത് ട്രെയിൻ. ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിലാണ് യാത്ര ചെയ്തത്. വി വെൻറ്റ് സൗത്ത് വേർഡ്സ് ഫ്രം കാസർഗോഡ്. കാസർഗോഡ് നിന്ന് സൗത്തിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. വി വെൻറ്റ് ടു മലമ്പുഴ ഡാം ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂണിൽ ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് പോയി. ദെൻ വി വാക്ക്ഡ് ദ ഗാർഡൻ. ഞങ്ങൾ ഗാർഡനിലൂടെ നടന്നു. ദ റോപ്പ് വേ റൈഡ് വാസ് എ ബിറ്റ് സ്കാരി അറ്റ് ഫസ്റ്റ്. റോപ്പ് വേ ഉണ്ട് മലമ്പുഴയിൽ അല്ലേ? മേലെ കൂടെ കെട്ടിയ ഒരു റോപ്പ് പോലെയുള്ളത്, ഇതിലെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യും. അപ്പോൾ അത് കുറച്ച് പേടിയായിട്ട് തോന്നി. ദെൻ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ദ സീനറി ബിലോ. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ താഴെയുള്ള കാഴ്ചകൾ ഇങ്ങനെ നോക്കിയിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ്. അത് വളരെ നന്നായിരുന്നു, മനോഹരമായിരുന്നു, നല്ല രസമായിരുന്നു. വി സ്റ്റാർട്ടഡ് ഫോർ അങ്കിൾസ് ഹൗസ് ഇൻ ദ ഈവനിങ്. ഞങ്ങൾ അങ്കിളുടെ വീട്ടിലേക്ക് വൈകുന്നേരം പുറപ്പെട്ടു. റീച്ച് ഹിസ് ഹോം അറ്റ് നൈറ്റ്. അങ്കിളിൻ്റെ വീട്ടിൽ രാത്രി എത്തി. ഇങ്ങനെയാണ് അവൾ യാത്ര പുറപ്പെട്ട ദിവസത്തെ ഡയറി അവൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഫൈൻഡ് ദ വേർഡ്സ് റിലേറ്റഡ് ടു ടൈം ഫ്രം ദ ഡയറി ആൻഡ് റൈറ്റ്. ഈ ഡയറിയിൽ ടൈമിനെ കുറിച്ചുള്ള ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? മോർണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് അല്ലാതെ ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്. ഇത്രയും വേർഡ്സ് ഇവിടെ ടൈമിനെ കാണിക്കുന്നതാണ് അല്ലേ? മോർണിംഗ് രാവിലെ, ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക്, ഈവനിങ് വൈകുന്നേരം, നൈറ്റ് രാത്രി. ഓക്കെ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കലണ്ടർ. നമുക്ക് കലണ്ടറിലൊന്ന് നോക്കാം. വാട്ട് ആൾ തിങ്സ് ആർ ദർ ഇൻ എ കലണ്ടർ? കലണ്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? സിധു ആൻഡ് ഹീര ആർ ലുക്കിംഗ് അറ്റ് എ കലണ്ടർ. സിധുവും ഹീരയും കലണ്ടറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഫൗണ്ട് ഔട്ട് സംതിങ്. ഞാൻ ചിലത് കണ്ടു. നെയിംസ് ഓഫ് ദ ഡേയ്സ് ഓഫ് എ വീക്ക് ആർ ഇൻ ഇറ്റ്. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ ഇതിലുണ്ട്. അത് അവൾ കണ്ടുപിടിച്ചു. അപ്പോൾ സിദ്ധു എന്തൊക്കെ ഉണ്ട് കണ്ടുപിടിക്കുകയാണ്. എല്ലാവരും കണ്ടുപിടിക്കുക. വാട്ട് അതർ തിങ്സ് ഡു യു സീ ഇൻ എ കലണ്ടർ? റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെയാണ് പിന്നെ അവിടെ ഉള്ളത്? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നോക്കൂ. ഡേയ്സിൻ്റെ നെയിം മാത്രമാണോ? നെയിംസ് ഓഫ് ദ ഡേയ്സ്? നോ. നെയിംസ് ഓഫ് മന്ത്സ്, ഇയർ, ഹോളിഡേയ്സ്, ഡേറ്റ്സ്, ഡേറ്റില്ലേ, ഇതെല്ലാം നമ്മുടെ കലണ്ടറിൽ ഉണ്ട്. ലെറ്റ്സ് സിംഗ് എ സോങ് അബൌട്ട് ഡേയ്സ് ഓഫ് എ വീക്ക്. തിങ്ക് ഓഫ് എ നൈസ് തിങ് ഈച്ച് ഡേ. ആൾ നൈസ് തിങ്സ് എന്നാണ് ഈ സോങ്ങിൻ്റെ പേര്. തിങ്ക് ഓഫ് എ നൈസ് തിങ് ഈച്ച് ഡേ. എ ഷൈനിങ് സൺ ഓൺ സൺഡേ. എ സ്മൈലിംഗ് മൂൺ ഓൺ മൺഡേ. ഒക്കെ നൈസ് തിങ്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. എ ലിൽറ്റിംഗ് ട്യൂൺ ഓൺ ട്യൂസ്ഡേ.
എ വെഡ്ഡിംഗ് ഫീസ്റ്റ് ഓൺ വെനസ്ഡേ, എ ത്രില്ലിംഗ് ട്രിപ്പ് ഓൺ തേഴ്സ്ഡേ, എ ഫ്രണ്ട്ലി ഹഗ് ഓൺ ഫ്രൈഡേ, എ സാറ്റിൻ ഡ്രസ് ഓൺ സാറ്റർഡേ. അപ്പോൾ നിങ്ങളിത് ചൊല്ലി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയിംസ് ഓഫ് ദ ഡേയ്സും കിട്ടും, നല്ലൊരു സോങ്ങും കിട്ടും. ദ മന്ത്സ് ആർ 12, 12 മാസങ്ങൾ. ഡിഡ് ഐ ഗെറ്റ് ഇറ്റ് റൈറ്റ്? യാ, ഗുഡ്. അപ്പോൾ ചൊല്ലി നോക്കിയിട്ട് ചോദിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്, ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. These are all the months and they are 12 in number. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് അല്ലേ. ദീസ് ആർ 12 months in a year. Did I get it right? ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? യാ, ഗുഡ്, ശരിയാണ്. ഇനിയോ, ഒബ്സർവ് ദ കലണ്ടർ ആൻഡ് സേ വിച്ച് ആർ ദ മന്ത്സ് വിത്ത് 31 days. ഏതൊക്കെയാണ് 31 days ഉള്ള മന്ത്സ് എന്ന് നമുക്ക് കലണ്ടർ നോക്കി കണ്ടുപിടിക്കാം. പിന്നെ വിച്ച് ആർ ദ മന്ത്സ് വിത്ത് ഓൺലി 30 days. 30 days മാത്രമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ഈസ് ദ മന്ത് വിത്ത് ലെസ് ദാൻ 30 days. 30 ദിവസത്തിൽ കുറവുള്ള ദിവസമുള്ള മാസം ഏതാണ്? അപ്പോൾ വിച്ച് ആർ ദ മന്ത്സ് വിത്ത് 31 days ചോദിച്ചാൽ ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഇനി ഓൺലി 30 days, മന്ത്സ് വിത്ത് ഓൺലി 30 days, അത് ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഇനി മന്ത് വിത്ത് ലെസ് ദാൻ 30 days, 30-ൽ കുറവുള്ള ഒരു മാസമാണ്, അത് ഫെബ്രുവരി. ഓക്കെ, ജനുവരി ഹാസ് 31 days ബട്ട് നോട്ട് ഓൾ മന്ത്സ് ആർ ലൈക്ക് ദാറ്റ്. ജനുവരിക്ക് 31 days ഉണ്ട്, പക്ഷേ ബാക്കി എല്ലാ മാസങ്ങൾക്കും 31 ദിവസം അല്ല. കലണ്ടർ ഗെയിം നോക്കാം. ലുക്ക് അറ്റ് 4 squares ലൈക്ക് ദിസ് ഓൺ ദ കലണ്ടർ. ഇവിടെ ഒരു 4 square കണ്ടില്ലേ? 1, 2, 8, 9. ഓരോന്നും ഓരോ സ്ക്വയറാണ്. ആ 4 സ്ക്വയറും നമ്മൾ അടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതുപോലെ നമ്മുടെ വേറെ സ്ക്വയേഴ്സും നമുക്കിവിടെ കാണാൻ കഴിയും. സി എനിത്തിങ് സ്പെഷ്യൽ? അതിലെന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഗോട്ട് ഇറ്റ്. ഇഫ് വി ആഡ് ഡയഗണലി വി ഗെറ്റ് ദ സെയിം നമ്പർ. ഇതിനെ നമ്മൾ ഡയഗണലി ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിയാൽ, അതായത് 1 + 9 10 ആണ്, 2 + 8 10 ആണ്. ഒരേ നമ്പറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൽ മറ്റ് വേറെ സ്ക്വയേഴ്സൊക്കെ ഒന്ന് നോക്കാം. വേറെ ഏതൊക്കെയാണ് നമുക്ക് പറ്റുന്നത്? 6, 7, 13, 14. അത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ഡയഗണലി ആഡ് ചെയ്യുമ്പോൾ 6 + 14 20 ആണ്, 7 + 13 20 ആണ്. ഇനി വേറൊന്ന് നോക്കാം. 8, 9, 15, 16. അത് ഡയഗണലി ആഡ് ചെയ്ത് നോക്കുമ്പോൾ 8 + 16 24, 9 + 15 24 ആണ്. നിങ്ങൾ ആഡ് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. പിന്നെ 17, 18, 24, 25. അത് ആഡ് ചെയ്ത് നോക്കാം. 17 + 25 = 42. 18 + 24 = 42. അപ്പോൾ ഡയഗണലി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ സെയിം നമ്പർ. അതാണ് ഈ കോണോട് കോൺ ചേർത്ത് കൂട്ടുമ്പോൾ ഈ 2 ജോഡികൾക്കും ഒരേ ആൻസറാണ് കിട്ടുക. ഓക്കെ, the difference of the sum of the first column and the sum of the second column is 2, said Sidhu. എന്താണ്? ഒന്നാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും രണ്ടാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താം. ഇപ്പോൾ ഒന്നാമത്തെ നിരയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 6 + 13, അതേതാണ്? 19 ആണ്. 7 + 14, അത് = 21. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 21 - 19 = 2. അതുപോലെ തന്നെയാണ് ഇതെല്ലാതും. അടുത്തത് നോക്കാം. 8 + 15. നമ്മൾ അടുത്ത കോളം, ആ 4 സ്ക്വയറുള്ള കോളം എടുത്തിരിക്കുകയാണ്. അതിൽ 8 + 15, അതുപോലെ 9 + 16 ഉണ്ട്. 8 + 15 23, 9 + 16 25. ഡിഫറൻസ് 25 - 23 = 2.
അതേപോലെ നെക്സ്റ്റ് 17 + 24 18 + 25. അത് ആഡ് ചെയ്യുമ്പോൾ 17 + 24 41, 18 + 25 43. ഡിഫറൻസ് 43 - 41 = 2. അടുത്തത് ഇങ്ങനെ നമുക്ക് 19 + 26 20 + 27 അത് ആഡ് ചെയ്ത് നോക്കാം. 19 + 26 45, 20 + 27 47. ഡിഫറൻസ് 47 - 45 = 2. ഇനി ഫൈൻഡ് അതർ സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ഫ്രം ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇനി ഇതേപോലെയുള്ള സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് അത് എഴുതണം. 9 + 16 25, 10 + 17 27. ഡിഫറൻസ് 27 - 25 = 2. മറ്റൊന്ന് നോക്കാം. അനദർ കോളം ഫോർ സ്ക്വയറിൽ 11 അല്ലേ. 11 + 18 29, 12 + 19 31, 31 - 29 = 2. ഇവിടെ അടുത്തത് നോക്കാം. ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഇൻ എ കോളം ഈസ് 7. ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഇൻ എ കോളം ഈസ് 7. So that's right. 1 + 7 = 8. 8 + 7 = 15. 15 + 7 = 22. ഇപ്പോൾ എന്താണ്? ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഇൻ എ കോളം ഈസ് 7. ഓരോന്നിൻ്റെയും കോളത്തിൽ ഡിഫറൻസ് 7 ആണ്. ഫിൽ ഇൻ ദ കോളം നോക്കാം. 4 2 4 2 തന്നിട്ടുണ്ട്. ഇനി നോക്കാം. 7 ആണ് ആഡ് ചെയ്യേണ്ടത്. ഡിഫറൻസ് 7 ആണ്. 4 + 7 11, 2 + 7 9, 11 + 7 18, 9 + 7 16, 18 + 7 25, 16 + 7 23. Do you see any other relations between numbers on a calendar? ഇനി എനി അതർ റിലേഷൻസ് ഉണ്ടോയെന്നാണ് നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡു യു സീ എനി അതർ റിലേഷൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓൺ എ കലണ്ടർ? ഇൻ എ സ്ക്വയർ ഓഫ് 4 numbers in a calendar, the sum of the numbers diagonally is the same. In a square of 4 numbers in a calendar, the sum of the numbers diagonally is the same. Okay. അതുപോലെ തന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ എ റോ. ഒരു റോയിലെ ഡിഫറൻസ് 1 ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഡയഗണൽ നമ്പേഴ്സ് ഈസ് 0. അപ്പോൾ മറ്റെന്തെല്ലാം റിലേഷൻസ് ആണ് നമ്മൾ കണ്ടെത്തിയത് എന്ന് നമുക്ക് എന്തെല്ലാം റിലേഷൻസ് ആണ്? ഒരു നിരയിലെ സംഖ്യകൾ തമ്മിൽ ഉള്ള വ്യത്യാസം 7 ആണ്. ഒരു വരിയിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടി അതിൻ്റെ വ്യത്യാസം കാണുകയാണെങ്കിൽ അത് 0 ആണ്. മനസ്സിലായില്ലേ?